കൽദായ സഭയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലിത്തയുടെ കബറടക്കം അല്പസമയത്തിനകം നടക്കും. മാർത്തമറിയം പള്ളിക്ക് സമീപത്തെ കുരുവിളിയച്ചൻ പള്ളിയിലാണ് കബറടക്കം. നഗരി കാണിക്കൽ ശുശ്രൂഷയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകേഷ് ചേരുന്നു. ശ്രീകേഷ്, നഗരി കാണിക്കൽ ചടങ്ങ് പൂർത്തിയായോ? എങ്ങനെയാണ് സാംസ്കാരിക നഗരി വലിയ ഇടന് യാത്രാമൊഴിയേകുന്നത്? ഏതൊക്കെ പ്രമുഖർ പങ്കെടുക്കുന്നു? ഇടയശ്രേഷ്ഠൻ മാർ അപ്രേം മെത്രാപ്പൊലീത്തയ്ക്ക് യാത്രാമൊഴി നൽകുകയാണ് സാംസ്കാരിക നഗരി. രാവിലെ വിശുദ്ധ കുർബാന തൃശൂർ മാർത്തുമറിയം വലിയ പള്ളിയിൽ നടന്നു. അതിനുശേഷമാണ് സംസ്കാര ശുശ്രൂഷ ആരംഭിച്ചത്. നഗരി കാണിക്കൽ ഇപ്പോഴും തുടരുകയാണ്. വിലാപയാത്ര അല്പസമയത്തിനകം തൃശൂർ മാർത്തുമറിയം വലിയ പള്ളിയിൽ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും സംസ്കാര ശുശ്രൂഷ കുരുവിളയച്ചൻ പള്ളിയിൽ നടക്കുക. തുടർന്ന് അനുശോചന സമ്മേളനമുണ്ട്. ഇപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി നൽകും. എന്തായാലും ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി നൽകും. അതിനായിട്ട് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിനായിട്ട് ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. തുടർന്നാകും ആർച്ച് ബിഷപ്പ് മാർ ഔബിൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മുഖ്യ കാർമ്മികത്വത്തിൽ ഖബറടക്ക ചടങ്ങുകൾ നടക്കുക. 1968 മുതൽ അരനൂറ്റാണ്ടിലേറെ കൽദായ സഭയെ നയിച്ച ഇടയശ്രേഷ്ഠന് വിട നൽകാൻ നിരവധി വിശ്വാസികളടക്കം നിരവധി പേർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്രി കെ രാജനും മേയർ MK വർഗീസ് അടക്കമുള്ള പ്രമുഖർ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മത രംഗത്തെ പ്രമുഖരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ ഖബറടക്ക ചടങ്ങുകൾ ആരംഭിക്കും. ലിതീഷ്. കൽദായ സഭയുടെ മുൻ അധ്യക്ഷന്മാർ ഡോക്ടർ അപ്രേം മെത്രാപ്പോലിത്തയ്ക്ക് അന്ത്യമൊഴി ഏകുകയാണ് സാംസ്കാരിക തലസ്ഥാനം. നഗരി കാണിക്കൽ ചടങ്ങ് പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകേഷ്.